മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയ ഈശോയ്ക്കും മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിൻസി ബേബി. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 21/3/2026 എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ വന്നപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇരുന്നപ്പോൾ ഒരു ചേച്ചി എൻ്റെ കയ്യിൽ പത്രകം കൊണ്ടുതന്ന് പറഞ്ഞു, കൃപാസനം പത്രകം കൊണ്ടുതന്ന് പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ എനിക്ക് പത്രകം തരാൻ തോന്നി എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഞാൻ ആ പത്രകം അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുകയും അമ്മ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ സിസ്റ്റർ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഞങ്ങളത് മറന്നുപോയി. പിന്നെ അമ്മ മാതാവ് എൻ്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും അമ്മ എൻ്റെ കാര്യം അതിൽ വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി BSc നേഴ്സിംഗ് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലും ലോണായിരുന്നു എടുത്തിരുന്നത്. തേർഡ് ഇയർ ഫീസ് അടയ്ക്കേണ്ട സമയമായപ്പോഴത്തേലും അമ്മയുടെ ഒരു ബന്ധു സഹായിക്കാമെന്ന് പറയും. തേർഡ് ഇയറിലെ ഫുൾ ഫീസ് അവരടയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഫോർത്ത് ഇയറിലെ സമയമായപ്പോഴത്തേനും ഫീസ് അടയ്ക്കേണ്ട സമയമായപ്പോഴത്തേനും അവർ ഫോർത്ത് ഇയറിലെ ഫുൾ ഫീസ് അടയ്ക്കാമെന്ന് പറയും. അമ്മ മാതാവും ഈശോയും വഴി അത് അടയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ ലോണായിരുന്നു എടുത്തിരുന്നത്. അതും അവർ അടയ്ക്കാമെന്ന് പറയുകയും അമ്മ മാതാവും ഈശോയും വഴി അത് അവരടയ്ക്കുകയും ചെയ്തു. അതിൽ ഞാൻ അമ്മ മാതാവിനോട് ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. OBG BSc നേഴ്സിങ്ങിൽ OBGയും മെഡിക്കൽ സർജിക്കൽ നേഴ്സിങ്ങും വളരെ പാടായ സബ്ജക്റ്റായിരുന്നു. എനിക്കത് പാടായിരുന്നു. ഞാനാണെങ്കിൽ എക്സാമിന് പോയപ്പോൾ എൻ്റെ പേനയിൽ ഉടമ്പടി ഉപ്പ് വെച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. അതുവഴിയായി ഞാനാണെങ്കിൽ ആ എക്സാമിൽ പാസ്സാകാൻ സാധിച്ചു. അമ്മ മാതാവ് സ്വപ്നത്തിൽ എൻ്റെ പേപ്പർ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ കാര്യം എൻ്റെ പേപ്പർ അമ്മ മാതാവാണ് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വൈവയുടെ സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. വൈവയുടെ സമയത്ത് അന്ന് മാം പോവുമായിരുന്നു. അന്ന് എനിക്ക് സൈൻ കിട്ടണമായിരുന്നു. ഞാൻ ഉപ്പെടുത്തോണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വൈകുന്നേരം പോയപ്പോൾ എൻ്റെ റെക്കോർഡിൽ സൈൻ ഉണ്ടായിരുന്നു, മാമിൻ്റെ സൈൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും എന്നോട് വന്ന് ചോദിക്കുന്നവർക്ക് ഞാനാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രകം എല്ലായിടത്തും കൊടുക്കാറുണ്ട്. ആത്മീയമായി ഞാൻ ഒത്തിരി വളർന്നു. ഞാൻ ഒരു സമയത്ത് ഞാൻ പള്ളിയിൽ പോകുന്നത് കുറവായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് നന്നായി പള്ളിയിൽ പോവാനും എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോവാനും പറ്റുന്നുണ്ട്. പിന്നെ വചനം വായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കൊത്തിരി പ്രാർത്ഥിക്കാൻ എന്നെ അനുഗ്രഹിച്ചു. അമ്മ മാതാവും ഈശോയും വഴിയായി എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയോടും മാതാവിനോടും കോടാനുകോടി നന്ദി പറയുന്നു.